ഞാൻ വരാം, പക്ഷെ അവനെന്നോട് ഒരക്ഷരം മിണ്ടാൻ പാടില്ല. ഹായ് ഗായ്സ്, സന്ദേശം എന്ന സിനിമയെക്കുറിച്ച് ഒരു 2 മിനിറ്റ് റിവ്യൂ ആയാലോ? സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ഈ സിനിമ ഒരു കുടുംബകഥയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ പരിഹസിക്കുന്നു. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. കഥ നടക്കുന്നത് രാഘവൻ നായർ എന്ന റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ 2 മക്കളും 2 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ സജീവ പ്രവർത്തകരാണ്. 2 പേരും അവരവരുടെ പാർട്ടികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ വീട്ടിൽ എന്നും വഴക്കാണ്. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? കാലം എത്ര കഴിഞ്ഞാലും ഇതിലെ പല ഡയലോഗുകളും സീനുകളും ഇന്നും നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന ഡയലോഗ് ഒരു ഉദാഹരണം മാത്രം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ സറ്റയറിന്റെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ഈ സിനിമ. ശക്തമായ ഒരു സന്ദേശം തരുന്നുണ്ട് ഈ സിനിമ. രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ അത് നമ്മുടെ കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും ബാധിക്കുന്നതാകരുത്. സന്ദേശം ഒരു പഴയ സിനിമയാണെങ്കിലും ഇന്നും ഇത് പ്രസക്തമാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സീൻ ഏതാണ്? താഴെ കമന്റ് ചെയ്യൂ. 1. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ.